പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ഞാനിവിടെ നെഞ്ചുവിരിച്ച് നിൽക്കുകയല്ലേ. ശബരിമല ക്ഷേത്രം 1950 അതിനു മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം 2019 ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതെല്ലാം കൂടെ പത്മകുമാറിൻ്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ. അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ അങ്ങനൊരു ഇത് കാണില്ല. അതായത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം എൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരട്ടെ, ആയിക്കോട്ടെ. അതാവട്ടെ. അപ്പോൾ അവിടെ പറയേണ്ടടുത്ത് പറയാം. നിയമപരമായി നേരിടുമെന്നല്ല, കോടതി പറയട്ടെ. ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ. ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണ്. എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല. അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ എനിക്ക് പറയാൻ കഴിയും. ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായി ഒരു കഴഞ്ചു പോലും തീരുമാനം എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ, അവിടെ മറുപടി പറഞ്ഞോളാം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ 6 പേരെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ ശബരിമലയിൽ നാളിതുവരെ നടന്ന നിഷ്പക്ഷമായ അന്വേഷണത്തിൽ അറസ്റ്റിലായവരെല്ലാവരും തന്നെ CPM-ന്റെ സമുന്നതരായ നേതാക്കളാണ്, അല്ലെങ്കിൽ CPM-ന്റെ സംഘടനാ പ്രവർത്തകരാണ്, CPM-ന്റെ ദേവസ്വം സംഘടനയിലെ പ്രവർത്തകരാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പത്മകുമാർ, അതായത് 2019 തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നപ്പോൾ പത്മകുമാറിലേക്ക് SIT എത്തുന്നതിന് മുമ്പ് ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2 കേസാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടി എന്ന വ്യാജേന അഴിച്ചുകൊണ്ടുപോയി ശബരിമല രജിസ്റ്ററിലും മഹസറിലും ചെമ്പാണെന്ന് എഴുതി ചേർത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ തന്റെ കൈപ്പടയിൽ തന്നെയാണ് അത് ചെമ്പാണ് എന്ന് എഴുതി ചേർത്തത്. ആ ഒരു കേസ്. പിന്നീട് ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണക്കട്ടിള പടിയും ഉമ്മറവാതിലും സ്വർണം പൂശാൻ എന്ന വ്യാജേന അഴിച്ചു കൊണ്ടുപോയ മറ്റൊരു കേസ്. ഇങ്ങനെ 2 കേസിലും ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് 1 മാസം മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ചുമതലയുള്ള SIT അറസ്റ്റ് ചെയ്തത്. പിന്നീട് 2ാം പ്രതിയായ മുരാരി ബാബു, പിന്നീട് സുധീഷ് കുമാർ, KS ബൈജു, പിന്നീട് മുൻ മുഖ്യമന്ത്രിയായ ദിവംഗതനായ VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കൊല്ലം കുളനട, CPM-ന്റെ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായ, ശബരിമലയിൽ 2 തവണ ദേവസ്വം കമ്മീഷണറായ, 1 തവണ ദേവസ്വം പ്രസിഡന്റായ N വാസു. അതിനുശേഷം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ 2019 സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന പത്മകുമാറിലേക്ക് അറസ്റ്റ് എത്തുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മതിയായ രേഖകൾ SIT കണ്ടെടുത്ത സാഹചര്യത്തിൽ നേരത്തെ പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പത്മകുമാറിന്റെ നെഞ്ചത്തേക്ക് കയറാൻ തയ്യാറായി നിൽക്കാലേ. എല്ലാവരും പത്മകുമാറിന്റെ നെഞ്ചത്തേക്ക് കയറിക്കൊള്ളൂ, ഞാൻ ഇവിടെ തന്നെയുണ്ടല്ലോ, എന്റെ നെഞ്ചത്തേക്ക് എല്ലാവരും കയറിക്കൊള്ളൂ. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാണ് പത്മകുമാർ അന്ന് പറഞ്ഞത് അറസ്റ്റിലാകുന്നതിന് മുമ്പ്. അതായത് ഈ അന്വേഷണം നടന്ന് N വാസുവിന് മുൻപ്, അറസ്റ്റ് നടക്കുന്നതിന് മുമ്പ്, N വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് മാധ്യമപ്രവർത്തകർ പത്മകുമാറിനെ കണ്ടപ്പോൾ ഇത്തരം വിവരങ്ങളെ കുറിച്ച് ആരാഞ്ഞത്. അപ്പോഴാണ് പത്മകുമാർ പറഞ്ഞത്, എന്റെ നെഞ്ചത്തേക്ക് കയറുന്നവർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. പക്ഷേ ഒരു ശബരിമലയിലെ ഒരു ദേവസ്വം പ്രസിഡന്റ് വിചാരിച്ചാൽ, ഒരു പത്മകുമാർ വിചാരിച്ചാൽ ശബരിമലയിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് മുകളിലും ചില ആളുകൾ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിന് മറുപടി പറയട്ടെ, അതിനുശേഷം വേണ്ടി വന്നാൽ ഞാനും മറുപടി പറയാം എന്നാണ് പത്മകുമാർ അന്ന് അർത്ഥോക്തമായി പറഞ്ഞത്.
എന്നാൽ അന്ന് പത്മകുമാർ പറഞ്ഞത് ശരിയായി വന്നിരിക്കുന്നു. പത്മകുമാറിന് മുകളിലുള്ള ആളുകളിലേക്ക് SIT എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പത്മകുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്മകുമാറിന്റെ നെഞ്ചത്തേക്കും പത്മകുമാറിന്റെ വീട്ടിലേക്കും SIT കയറിയിരിക്കുന്നു. പത്മകുമാറിന്റെ വീട്ടിൽ നിലവറ തുറന്ന് വരെ SIT ചില തെളിവുകൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ചാക്കിൽ കെട്ടി മൂടി വെച്ചിരുന്ന തെളിവുകൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ പത്മകുമാർ പരിഹാസദ്യോതകമായി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. എല്ലാവരും പത്മകുമാറിന്റെ നെഞ്ചത്തേക്ക് കയറിക്കുള്ളൂ. പത്മകുമാർ ശബരിമലയിൽ നിന്നും ഒരു തരി പൊന്നുപോലും അടിച്ചു മാറ്റിയിട്ടില്ല, അയ്യപ്പന്റെ ഒരു തരി പൊന്നുപോലും അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ പത്മകുമാർ ഉൾപ്പെടെയുള്ള ഈ സ്വർണ്ണക്കൊള്ള തീവട്ടിക്കൊള്ള സംഘം ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ആന്റിക് വാല്യൂ, അതായത് പുരാതന വസ്തുക്കളുടെ മൂല്യം, വിപണന മൂല്യം അനുസരിച്ച് വിദേശ മാർക്കറ്റുകളിൽ ശതകോടി സഹസ്രകോടിക്ക് വിറ്റു എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ പത്മകുമാർ ശബരിമല ദേവസ്വത്തിലെ അയ്യപ്പന്റെ സ്വർണം അടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായിരിക്കും അദ്ദേഹം പറഞ്ഞ ശബരിമല ശാസ്താവിന്റെ ഒരു തരി സ്വർണം പോലും ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത്. പത്മകുമാറിനെ ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പത്മകുമാർ നേരത്തെ പറഞ്ഞ അത്തരം അഭിമുഖ സംഭാഷണങ്ങൾ ഇപ്പോൾ വൈറലായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി SIT 2019 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് എത്തും എന്നാണ് പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്നത്. മാത്രമല്ല പത്മകുമാർ പറഞ്ഞ മറ്റൊരു തീക്ഷ്ണമായ അല്ലെങ്കിൽ തീവ്രമായ ഒരു മൊഴി കൂടി കടകംപള്ളി സുരേന്ദ്രൻ എന്ന 2019 ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് എതിരായി വരുന്നു. ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ സ്പോൺസർ ചെയ്യുന്നതിന് ആവശ്യമായ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം സർക്കാരിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അതായത് ദേവസ്വം മന്ത്രിക്കാണ് ദേവസ്വം വകുപ്പിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സർക്കാരിൽ നിന്നും കിട്ടിയ ആ അപേക്ഷയിൽ മേൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ പത്മകുമാർ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതായത് മന്ത്രി താഴെ തട്ടിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയച്ച നോട്ടീസിൽ അല്ലെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി അയച്ച നോട്ടീസിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു പറയുമ്പോൾ പത്മകുമാർ തീർച്ചയായിട്ടും ഉന്നം വച്ചത് കടകംപള്ളി സുരേന്ദ്രനെ തന്നെയാണ്. എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ചില ആളുകളുണ്ടല്ലോ, അവർ മറുപടി പറയട്ടെ എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അക്ഷരാർത്ഥത്തിൽ പത്മകുമാർ പൂട്ടിയിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT കടന്നു ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയിലേക്കും അത് കടന്നു ചെല്ലും എന്ന് CPM-ന്റെ MLA കൂടിയായ പത്മകുമാറിന് അറിയാം. അതുകൊണ്ട് പത്മകുമാർ പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീഴ്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും താൻ ശബരിമലയിൽ ഒരു തരി പൊന്നുപോലും കട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കുമായി പത്മകുമാർ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ഒരു FIR ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനെ ഒരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വന്നിട്ടുണ്ട്, രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത. അത് പമ്പയിൽ കൊണ്ടുപോയി അതിൻ്റെ സംഗതി കൊണ്ടുപോയല്ലോ, ശരിയാക്കാം. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞല്ലോ. താഴികക്കുടം കൊണ്ടുപോയി. അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു എന്നുള്ള രൂപത്തിൽ ഒരു മാധ്യമത്തിനകത്ത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞു, ഞാനല്ല അക്കാലത്ത്, അതെങ്കിലും ഒന്ന് നോക്കണം. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. അവർ കൊടുക്കുന്നത് അതിൻ്റെ പടമല്ല. അവിടെ വാതിലത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ്. പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. ഭരണസമിതിക്കെതിരെ നിലവിൽ FIR പേരുണ്ടോ?
ഏതാ പാളികൾ എന്നുള്ള ഒരു പരാമർശം ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ തന്നെ വന്നതായിട്ട് രേഖകൾ പുറത്തു വന്നു. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ അങ്ങനൊരു ഇത് കാണില്ല. അതായത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം എൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരട്ടെ, ആയിക്കോട്ടെ. അതാകട്ടെ. അപ്പോൾ അവിടെ പറയേണ്ടടുത്ത് പറയാം. നിയമപരമായി നേരിടുമെന്നല്ല, കോടതി പറയട്ടെ, ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ, ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ മാത്രം ചുമതല ബോർഡ് മാറുകയോ, കാരണം ഈ തിരുവനന്തപുരം കമ്മീഷണർ, സെക്രട്ടറി, AO എന്നെല്ലാം പറയുന്നത് ബോർഡിന്റെ ഭാഗം കൂടിയാണ്. ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുന്ന അത് ബോർഡ് തന്നെയാണ് എല്ലാ കുറ്റവും. ബോർഡ് തന്നെയാണ് ഇതെല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് പോയത്. ബോർഡ് തന്നെയാണ് ഇതുകൊണ്ട് വിറ്റതെന്ന് പറഞ്ഞാൽ തീർന്നോ സംഗതി? ബോർഡിനുള്ള ഉത്തരവാദിത്വം ബോർഡിനുണ്ട്, നിയമപരമായ ഉത്തരവാദിത്വം ബോർഡിനുണ്ട്, ഉദ്യോഗസ്ഥർക്കുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ബോർഡ് നയപരമായ തീരുമാനം എടുത്തു കൊടുത്താൽ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റി അക്കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ, കോടതി പരിശോധിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കേണ്ട, കോടതി തീരുമാനിക്കട്ടെ. കോടതി ഉണ്ടല്ലോ നാട്ടിൽ, അത് കഴിയട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. അതെങ്ങനെ പറ്റും? പ്രതിപട്ടികയിൽ ബോർഡുണ്ടോ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ പ്രതിപട്ടികയുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് മാധ്യമങ്ങളൊന്നും ഇതുപോലെ എത്തുന്നില്ല. എന്റെ പത്മകുമാറിന്റെ മുമ്പിലേക്ക് മാത്രം. അതാണ് ഒരാളിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെയാണല്ലോ. എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല. അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ എനിക്ക് പറയാൻ കഴിയും. ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായി ഒരു കഴഞ്ചു പോലും തീരുമാനം എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ, അവിടെ മറുപടി പറഞ്ഞോളാം. അല്ല, പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ഞാനിവിടെ നെഞ്ചുവിരിച്ച് നിൽക്കുകയല്ലേ. അല്ല, അങ്ങനെയൊക്കെ ചില ശ്രമങ്ങൾ ഉണ്ടാവാം. എനിക്കറിഞ്ഞുകൂടാ. അല്ല, അതല്ല, ഇന്നലെ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, താഴിയക്കുടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അന്ന് 2017 ജൂൺ മാസത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ജനൻ TV-ക്കകത്ത് പത്മകുമാറാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജില്ലാ ലേഖകനെ ആളിനെ വിളിച്ചു, ഗോകുലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആ കാലത്തല്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് തിരുത്താൻ വൈകുന്നേരം വരെ തയ്യാറായില്ല എന്നുള്ള വളരെ മനപ്രയാസം അക്കാര്യത്തിലുണ്ട്. എന്നെ ഒറ്റതിരിച്ചാക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല. അയാൾ 2007 ആലപ്പുഴക്കാരനൊരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ 2007 ശബരിമല വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ആളായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല FIR-നകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും 2007 ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത്. ശബരിമലയിലെ എന്താ പറഞ്ഞേ, കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ശബരിമല വരുന്ന 2007 മുമ്പ് എവിടെയായിരുന്നു? അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട്. ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഇയാൾ ശബരിമല കേശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത്. അവിടെ തന്ത്രമാർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ. നിങ്ങളുടെ പങ്കല്ലല്ലോ എൻ്റെ പങ്ക്, നിങ്ങളുടെ പങ്കല്ല എൻ്റെ പങ്ക്. അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ആലപ്പുഴക്കാരനൊരു കീശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്.
അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. അല്ല അതെ, അതാണ് അവിടെ അന്ന് ആരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം, ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ വെളിയിൽ വരുമ്പോൾ ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പത്മകുമാറാണ് മുഴുവൻ. മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. രുദ്രാക്ഷമാലയുടെയും രോഗദണ്ഡിന്റെ കാര്യത്തിൽ അവിടെ വെച്ച് പണിത ആള് പറയുന്നു, അവിടെ വെച്ചാണ് പറയുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ വാർത്തയാകുന്നില്ല. സ്വാഭാവികമായിട്ട് എല്ലാ വിഷയങ്ങളും അല്ല, എല്ലാം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അതൊക്കെ വരണമല്ലോ. അതിപ്പോൾ എൻ്റെ മകനെ കരാർ ഏൽപ്പിച്ചു. അവൻ കരാറ് പണിക്കാരനല്ല. അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത ആൾ കോഴഞ്ചേരി തന്നെ ഉണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ്, ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണ്ണദണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ആൾ, അപ്പം ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് പത്മകുമാർ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒറ്റതിരിച്ച് ആക്രമിക്കുക. ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്നാരും ധരിക്കേണ്ട, ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ, എൻ്റെ മുഖഭാവവും അല്ലല്ലോ, നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം, മാധ്യമങ്ങൾ എന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നു, അതേപടി നടപ്പാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ എന്ന് ആവർത്തിച്ചുറപ്പാക്കാനുള്ള ബാധ്യത കൂടി ഭരണസമിതിക്കില്ലേ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡില്ലേ? നോക്കട്ടെ എവിടൊക്കെയാണ് പെശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എവിടൊക്കെയാണ് പെശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കട്ടിളപ്പടി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരുന്നത്? എവിടെ രേഖപ്പെടുത്തി? അത് അവരോട് ചോദിക്കണം, ഉദ്യോഗസ്ഥരോട് ചോദിക്കണം, ഞാനല്ല. ഈ ഉദ്യോഗസ്ഥ കൂടാലേക്ക് ഇപ്പോൾ പത്മകുമാറിനെ ഇരയാക്കാൻ നോക്കുകയാണോ അന്നത്തെ ചില ആളുകൾ ചെയ്ത കാര്യത്തിന്? ഇപ്പോൾ കാരണം ഇപ്പോൾ ഇത് തുടങ്ങുന്ന 2025 പ്രശ്നത്തിലാണ്. ഈ നിലവിൽ ദേവസ്വം പ്രസിഡന്റിന് ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം 2019 മാത്രമാണ് പ്രശ്നം നടന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാം 19ലാണ് എഫ്ഐആറുകളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രം 1950 അതിനു മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം 2019 ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം കൂടെ പത്മകുമാറിൻ്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ഈ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പറയുന്ന ഒരു കാര്യം, ഈ രുദ്രാക്ഷമാലയും യോഗദണ്ഡും അന്ന് ഈ സ്വർണ്ണഭൂഷണെ കൊടുക്കുമ്പോഴേ അത് ദേവസ്വം പ്രസിഡന്റിന്റെ കുടുംബത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യാതൊരു നടപടികളില്ലേ, ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ ഞാൻ മറുപടി പറയാൻ പോണോ? ഇതിൻ്റെയൊക്കെ ആദ്യം തുടക്കം അവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ? പീഠത്തിൻ്റെ കാര്യം വന്നപ്പോൾ ആരാ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പോൾ വന്നില്ലേ? അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഔചിത്യത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് അത് സ്വർണം പൂശാൻ പറ്റുന്ന സാധനമല്ല. അത് വെറുതെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആദ്യം പറഞ്ഞു അത് സ്വർണ്ണദണ്ഡാണെന്ന് പറഞ്ഞു, അത് അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഒരു മാന്യദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സ്വർണ്ണദണ്ഡ് ഞാൻ വീട്ടിനകത്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തു എന്ന് വരെ പ്രസംഗിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ.
കോടതി തീരുമാനിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. രാജ്യത്തെ അന്വേഷണത്തോടും നിയമത്തോടും സഹകരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിൽ വരണം എന്ന് അങ്ങ് പറയുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. ഈ പറഞ്ഞ എല്ലാ കുറ്റങ്ങളും എൻ്റെ ഭാഗത്താണ് കുറ്റങ്ങളെങ്കിൽ ഞാൻ ഏക്കുന്നേ. ഇത് മുഴുവൻ കുഴപ്പങ്ങളും പറഞ്ഞില്ലയോ, ശബരിമല ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ നാളിതുവരെ എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അത്ര ആർജവത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഇത് പണ്ട് നേരത്തെ ചില വിദേശ യാത്രകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇനി മൊഴിയായിട്ട് ഇനി കൊടുക്കുമോ? അല്ല, അതിപ്പോൾ നിയമപരമായിട്ട് ആലോചിച്ചല്ലേ പറയാൻ പറ്റൂ. നമ്മുടെ ചോദ്യങ്ങൾക്കും കാര്യങ്ങൾക്കും അല്ലേ മറുപടി പറയാൻ പറ്റൂ. അതൊക്കെ നോക്കാം. ബോർഡ് ഒരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥർ രജിസ്റ്ററിലൊക്കെ രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങ് ബോധ്യപ്പെടുത്തുമോ? നമ്മുടെ വീട് ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മോഷണം നടന്നാൽ അതിന് വീട്ടുകാരന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. എൻ്റെ വീട് ഞാൻ പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് രാത്രി മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വീട്ടുകാരൻ പറയണം എന്ന് പറയുന്ന പോലെയാണിപ്പോൾ നിങ്ങൾ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു കഴഞ്ച് തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിവരം അറിയിക്കും. ജയശ്രീ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നേരത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇനിവിടെ എന്നെ ഇതുവരെ അത് പറഞ്ഞേക്കാം, മാധ്യമങ്ങളല്ലാതെ ഇതുപോലുള്ള ഒരു കാര്യവും എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. എനിക്കൊരു അറിയിപ്പും വന്നിട്ടില്ല. നിങ്ങൾ കോടതി കൊടുക്കുന്നത് നിങ്ങളാണ്, കുറ്റം ചാർത്തുന്നത് മാധ്യമങ്ങളാണ്, പ്രതിസ്ഥാനത്താക്കുന്നത് നിങ്ങളാണ്. ഇതെല്ലാം മാധ്യമങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിവസവും രാവിലെ നിങ്ങളെ കണി കണ്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്.